തിരുവനന്തപുരത്ത് നിന്ന് ബാംഗ്ലൂരിലേക്ക് ഇനി മിന്നൽ വേഗത്തിലെത്താം. നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. തലസ്ഥാന നഗരമായ തിരുവനന്തപുരത്ത് നിന്ന് ബാംഗ്ലൂരിലേക്ക് മിന്നൽ ബസ് സർവീസ് ആരംഭിക്കാൻ നീക്കവുമായി KSRTC. കുറഞ്ഞ സ്റ്റോപ്പുകളും നിരക്കും മൂലം ജനപ്രിയമായി മാറിയ മിന്നൽ സർവീസുകൾ അടുത്തിടെയാണ് സംസ്ഥാനത്തിന് പുറത്തേക്ക് സർവീസ് ആരംഭിച്ചു തുടങ്ങിയത്. ആദ്യഘട്ടത്തിൽ പാലക്കാട് നിന്ന് മൂകാംബിക, കന്യാകുമാരി എന്നിവിടങ്ങളിലേക്കാണ് സർവീസ് ആരംഭിച്ചത്. ഈ സർവീസുകൾ ലാഭകരമായെന്ന വിലയിരുത്തലിലാണ് കൂടുതൽ അന്തർ സംസ്ഥാന സർവീസുകൾക്ക് പദ്ധതി ഒരുങ്ങുന്നത്. തിരുവനന്തപുരത്ത് നിന്നും നിലവിൽ സ്കാനിയ, വോൾവോ, AC സ്ലീപ്പർ, നോൺ AC സ്ലീപ്പർ, സൂപ്പർ ഡീലക്സ് തുടങ്ങിയ KSRTC ബസ്സുകൾ ബാംഗ്ലൂരിലേക്ക് സർവീസ് നടത്തുന്നുണ്ട്. കുറഞ്ഞ സ്റ്റോപ്പുകളുമായി മിന്നൽ ബസ് എത്തുന്നതോടെ ബുക്കിംഗ് ഉറപ്പാണെന്ന വിലയിരുത്തലിലാണ് കോർപ്പറേഷൻ. ബാംഗ്ലൂരിലേക്ക് കോഴിക്കോട്, പാലക്കാട് റൂട്ടുകളാണ് നിലവിലുള്ളത്. മിന്നലിന്റെ സ്റ്റോപ്പുകളും റൂട്ടും ഈ മാസം തന്നെ തീരുമാനിക്കുമെന്ന് KSRTC അധികൃതർ പറഞ്ഞു. നിലവിൽ മൂകാംബികയിലേക്ക് പാലക്കാട് KSRTC സ്റ്റാൻഡിൽ നിന്ന് ദിവസവും രാത്രി 8 മണിക്ക് പുറപ്പെടുന്ന ബസ് പിറ്റേന്ന് പുലർച്ചെ 6:20 കൊല്ലൂരിലെത്തും. കൊല്ലൂരിൽ നിന്ന് രാത്രി 8 മണിയോടെ പാലക്കാടേക്കും സർവീസ് നടത്തും. കന്യാകുമാരിയിലേക്ക് സർവീസ് നടത്തുന്ന മിന്നൽ ബസ് പാലക്കാട് സ്റ്റാൻഡിൽ നിന്ന് ദിവസവും വൈകിട്ട് 7:30 പുറപ്പെടും. ഇത് പിറ്റേന്ന് വെളുപ്പിനെ 4:45 കന്യാകുമാരിയിലെത്തും. തിരിച്ച് കന്യാകുമാരിയിൽ നിന്ന് വൈകുന്നേരം 7:45 പാലക്കാടേക്ക് സർവീസ് ആരംഭിക്കും. 2017 MG രാജമാണിക്യം KSRTC MD ആയിരുന്ന കാലത്താണ് മിന്നൽ സർവീസ് തുടങ്ങിയത്. സാധാരണ ഡീലക്സ് ബസ്സിലെ നിരക്കും കുറഞ്ഞ സ്റ്റോപ്പുകളും മൂലം ബസ് സർവീസുകൾ പെട്ടെന്ന് ഹിറ്റായി. ജില്ലയിൽ ഒരു സ്റ്റോപ്പാണ് മിന്നലിനുള്ളത്. ഇതിനിടയ്ക്ക് ഒരിടത്തും ബസ് നിർത്തില്ല. സ്റ്റോപ്പുകൾ ഇല്ലാത്ത സ്ഥലത്ത് ഏറ്റവും എളുപ്പത്തിൽ എത്താൻ സാധിക്കുന്ന റോഡിലൂടെ ബസ്സിന് സഞ്ചരിക്കാം. ഡ്രൈവർ കം കണ്ടക്ടർ രീതിയിലാണ് മിന്നൽ ബസ്സിൽ ജീവനക്കാർ ജോലി ചെയ്യുന്നത്. അതിനാൽ 2 പേരും മാറി മാറി ബസ് ഓടിക്കും. 3 വർഷമാണ് ഡീലക്സ് ബസ്സുകളുടെ കാലാവധി. അത് കഴിഞ്ഞാൽ പിന്നെ ഗ്രേഡ് താഴ്ത്തി ഹ്രസ്വദൂര സർവീസുകൾക്കാണ് ഉപയോഗിക്കുക.